എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഫുജിഗംഗയുടെ ജപ്പാനിലെ പ്രവർത്തനങ്ങളിൽ മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു മാജിക് അക്കാഡമിയുമായിട്ട് ചേർന്ന മജീഷ്യൻ മുതുകാടിൻ്റെ നേതൃത്വത്തിലുള്ള മാജിക് അക്കാഡമിയുമായിട്ട് ചേർന്ന് ഇവിടെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ, ടോക്കിയോയിലെ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു മാജിക് ഷോ. അതും മെൻ്റലി റിട്ടാർഡായിട്ടുള്ള ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, വിഷ്ണു എന്ന മാജിക് അക്കാഡമിയിലെ ഒരു കുട്ടിയുമായിട്ട് മുതുകാട് ഇവിടെ വന്ന്, അത് ജപ്പാൻ്റെ ചരിത്രത്തിലും അത്തരമൊരു കുട്ടിയെ ഒരു മാജിക് ഷോ അവതരിപ്പിക്കുക എന്നത്, അത് ഞങ്ങൾ ഫുജിഗംഗ നേതൃത്വം കൊടുത്ത് ഇവിടെയുള്ള മലയാളി സംഘടനകളായ WMF-ഉം അതുപോലെ നിഹോൺ കൈരളി, പ്രത്യേകമായിട്ട് നിഹോൺ കൈരളിയും അതുപോലെ ഇവിടെയുള്ള എല്ലാ മലയാളി സമൂഹവും ഒരുമിച്ച് കൈകോർത്ത് നടത്തിയ ഒരു വലിയ ഒരു പരിപാടിയായിരുന്നു അന്ന് ഞങ്ങൾ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ആ ഒരു മാജിക് ഷോ പരിപാടി. അത് നടത്തുവാനുള്ള അവസരം ഒരുക്കിയത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി, ഞങ്ങളുടെ തന്നെ പഴയകാല സുഹൃത്ത്, ഇപ്പോഴും സുഹൃത്തായി അവിടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന ഫാദർ സാലി അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് ആ ചടങ്ങ് വളരെ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾക്ക് അവിടെ നടത്തി വിജയിപ്പിക്കുവാൻ സാധിച്ചത്. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ആ സമയത്ത് ഇവിടെ അംബാസഡറായിട്ട് ഒരു മലയാളി തന്നെ ഉണ്ടായിരുന്നു എന്നതും ശ്രീ സിബി ജോർജ് സാർ, അദ്ദേഹം മുതുകാടുമായിട്ട് മുൻകാല സുഹൃത്താണ്, പരിചയമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ എംബസിയിൽ പോയി ആ സമയത്ത് കാണുകയും എല്ലാം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള മലയാളി സമൂഹം എല്ലാം ഒത്തൊരുമയോടുകൂടി നടത്തിയ ആ ഒരു മാജിക് ഷോ പരിപാടി, അത് ജപ്പാനിലെ ആളുകളും ജപ്പാനിലെ അംഗങ്ങളും, ഫുജിഗംഗയുടെ അംഗങ്ങളും അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇതിൽ പങ്കെടുത്തു. ആ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് ഇവിടെയുള്ള മലയാളി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെ ഒരു വലിയ വിജയം കൂടിയായിരുന്നു. ആ ഒരു ചടങ്ങ് കേരളത്തിലും അത് വലിയ വാർത്തയായി. മജീഷ്യൻ മുതുകാടിനോടൊപ്പം വിഷ്ണു എന്ന ആ ഒരു കുട്ടി ഇവിടേക്ക് മാജിക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അവനെ അവിടെ നിന്നും യാത്ര അയക്കുവാനുള്ള ആ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവനെ യാത്രയാക്കുന്നത്. ഇവിടെ വന്ന ആ എത്ര കാര്യത്തോടു കൂടിയാണ് ആ കുട്ടി ആ ചടങ്ങിൽ മാജിക്ക് അവതരിപ്പിച്ചത്. വളരെ എല്ലാവർക്കും അതിശയകരമായിപ്പോയി. അതുപോലെ തന്നെ അന്നാണ് എനിക്ക് കൂടുതലും ഈ മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിനോട് ചേർന്നുള്ള ഈ DAC, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ ആ കുട്ടികളും അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം, ശരിക്കും ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള പോലെയുള്ള ആ ബന്ധവും ആ ഒരു കെയറുമാണ് മുതുകാട് അവിടെയുള്ള ആ കുട്ടികൾക്കെല്ലാം നൽകിക്കൊണ്ടിരുന്നത്. അത് ഈ വിഷ്ണുവിനോട് കൂടി ഒപ്പം ഇവിടെ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചപ്പോൾ എനിക്ക് വിഷ്ണുവിന് അദ്ദേഹം കൊടുക്കുന്ന കെയറും വിഷ്ണുവിന് അദ്ദേഹത്തോടുള്ള ആ സ്നേഹവും ഇതെല്ലാം കണ്ട് നേരിട്ട് മനസ്സിലാക്കുവാനും നേരിട്ടറിഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു. മാത്രമല്ല, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ കുട്ടികളെ ഓരോ ദിവസവും മുതുകാട് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം, അവർ എത്രമാത്രം സ്നേഹത്തോടും സ്നേഹവാത്സല്യത്തോടും കൂടിയാണ് അദ്ദേഹത്തെ ശ്രവിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് ഈ ചടങ്ങുകൾ ഇതെല്ലാം പൂർത്തിയാക്കി വിജയകരമായ രീതിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ആ ഒരു വലിയ അംഗീകാരമെല്ലാം നേടി ഈ വിഷ്ണു നാട്ടിലേക്ക് മുതുകാടിനോടൊപ്പം മടങ്ങുന്നു. അതെല്ലാം അവിടെ നാട്ടിലും വലിയ വാർത്തയായി. അതിനെല്ലാം ശേഷമാണ് ഞാൻ ഓർക്കുന്നു, മാജിക് പ്ലാനറ്റിനെക്കുറിച്ചും മുതുകാടിനെക്കുറിച്ചും എല്ലാമുള്ള കുറച്ച് അവസരങ്ങളും പ്രശ്നങ്ങളും മാധ്യമങ്ങളിൽ, പ്രധാനമായിട്ട് നമ്മളുടെ നവമാധ്യമങ്ങളിലൂടെ ഉണ്ടായ അതിലൂടെ ഉണ്ടാക്കിയെടുത്ത കോലാഹലങ്ങൾ, അത് കുറേ കാലം നീണ്ടു നിന്നു. ആ സമയം ഞാനും നേരത്തെയൊക്കെ വിചാരിക്കുമായിരുന്നു, കേരളത്തിൽ ഈ സാംസ്കാരിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ഏതൊരു മേഖലകളിലും ഇത്തരം നിൽക്കുന്ന ആളുകൾക്ക് എല്ലാം എതിരെ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെല്ലാം താഴേക്ക് കാലിൽ പിടിച്ചു വലിക്കുന്ന ആ ഒരു പ്രവണത നമ്മുടെ മലയാള സമൂഹത്തിൽ, കേരളത്തിൽ പണ്ട് മുതലേ ഉള്ളതാണല്ലോ. അപ്പോൾ മുതുകാടിനെ മാത്രം ഇത്രയും കാലം ആരും ആക്രമിക്കാത്തത്, ആരും ഇദ്ദേഹത്തിനെതിരെ ഒന്നും
പരാമർശനങ്ങൾ നടത്താത്തത് എന്ത് എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. സാറേ സൂക്ഷിക്കണം, ഏത് സമയത്തും വരാം, ഇത് സാറിനെ മാത്രം എന്താണ് ഇങ്ങനെ ആളുകൾ ഇതുവരെയും ഒന്നും കണ്ടെത്താത്തത് കൊണ്ടായിരിക്കണം സാറത്. അപ്പം എനിക്കും അറിയാം അദ്ദേഹം അത് ഒരു ഇതിലും പെടാതെ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന്. എന്തായാലും അത് ഒടുവിൽ അതും സംഭവിച്ചു. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമുണ്ടായി. അത് കുറേ കാലം നീണ്ടു നിന്നു. എന്തായാലും അത് പിന്നീട് തനിയെ കെട്ടടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാവുന്ന ആളുകൾക്കും അവിടെ പോയി മാജിക് പ്ലാനറ്റിലും ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കും കാര്യങ്ങളുടെ സത്യാവസ്ഥ ശരിക്കും അറിയാവുന്നതുമാണ്. ഇപ്പോഴും ആർക്കും അവിടെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ട് ഉള്ള കാര്യങ്ങളാണെന്നുള്ളത് ബോധ്യപ്പെടുന്നതുമാണ്. എന്തായാലും ഈ ഒരു സംഭവം ഇവിടെ ഫുജിഗംഗ നടത്തിയ ആ ഒരു ചടങ്ങ്, വിഷ്ണുവിനെ ഇവിടെ കൊണ്ടുവന്ന് നടത്തിയ ചടങ്ങും അതിനുശേഷമുണ്ടായ ഈ സംഭവ വികാസങ്ങളുമെല്ലാം ഒരു ഞങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോൾ ഓടിയെത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചടങ്ങുകൾക്കെല്ലാം ഞങ്ങൾക്ക് ഇവിടെ പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകിക്കൊണ്ട് എനിക്കിവിടെ പ്രിയ സുഹൃത്തായിട്ട് ഒരു ഫാദർ രാജു ആൻ്റണി, അദ്ദേഹത്തെ ഇവിടെ സുഹൃത്തായിട്ട് കിട്ടിയ ശേഷം അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇവിടെ ഒരു പള്ളിയുടെ വികാരിയായിട്ട് യോക്കോഹാമയിൽ സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളികളുടെ ഇടയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട് അവരുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ പന്ത് കളിയാകട്ടെ ക്രിക്കറ്റ് കളിയാകട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു മലയാളി അദ്ദേഹം ജപ്പാനിൽ വന്ന ശേഷം ഞാനായിരിക്കാം. കാരണം എൻ്റെ അമേരിക്കയിലുള്ള കാലിഫോർണിയയിലുള്ള സുഹൃത്ത് ജോസഫാണ് അദ്ദേഹത്തെ ആദ്യമേ പരിചയപ്പെടുത്തി. ജോസഫ് ഇവിടെ വന്ന സമയത്താണ് അദ്ദേഹത്തെ ഞാൻ പോയി പരിചയപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സൗഹൃദം എത്ര പെട്ടെന്നാണ് അദ്ദേഹം മലയാളികളുടെ ഇടയിലേക്ക്, എല്ലാ മലയാളി സമൂഹത്തിൻ്റെ ഇടയിലും ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ വളരെ ഒരു സജീവ സാന്നിധ്യമായി മാറിയത്. അദ്ദേഹത്തെയും ഞാൻ ഈ സമയത്ത് കൃതജ്ഞതാപൂർവ്വം ഓർക്കുകയാണ്. ജപ്പാനിലെ പല സുഹൃത്തുക്കളുടെ ഇടയിൽ അതിനുശേഷം ഉണ്ടായ ഒരു സൗഹൃദമാണ് ഇവിടെ ജപ്പാനിലേക്ക് പല സന്ദർശനത്തിനായിട്ട് വന്ന പലരുടെയും കൂട്ടത്തിൽ വളരെ ഓർമ്മിക്കാവുന്ന ഒരു ആളാണ് ഡോക്ടർ സൂറതൻ ഗുരുക്കൾ. അദ്ദേഹം തൃശ്ശൂർ അടുത്തുള്ള മുല്ലശ്ശേരി, അവിടെ ഒരു മുല്ലശ്ശേരി തറവാട് ഒരു പാരമ്പര്യമായിട്ട് അവർ കളരിപ്പയറ്റിൻ്റെ ആളുകളാണ്. അപ്പോൾ ആ കളരിയുടെ പഠിപ്പിക്കലിനോടൊപ്പം തന്നെ അദ്ദേഹം കരാട്ടയിലും വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ഒരു ആളാണ്. ഇംഗ്ലീഷിൽ മാസ്റ്റർ എടുത്ത ഈ സുഹൃതൻ ഗുരുക്കൾ, അദ്ദേഹം ഒരിക്കൽ ജപ്പാനിൽ വരണമെന്നുള്ള ആഗ്രഹം ഫുജിഗംഗയുടെ ഒരു അംഗം മുഖാന്തരം എന്നെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമാണ് ജപ്പാൻ സന്ദർശിക്കുക. കാരണം കരാട്ടയുടെ വിറ്റില്ലമായ കരാട്ടയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രം ഇവിടെയാണല്ലോ. അപ്പോൾ ഈ കരാട്ടയുടെ ഒരു ഗുരുവിനെ ഇവിടെ നേരിട്ട് വന്ന് പരിചയപ്പെടണം, കാണണം, ഈ രാജ്യം സന്ദർശിക്കണം എന്നെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ ജപ്പാനിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ വന്ന് അദ്ദേഹം മുഴുവൻ സമയം അദ്ദേഹത്തോടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാഷയിലുള്ള ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം, ഇതെല്ലാം കാരണം അദ്ദേഹത്തിന് കൂടെ പൂർണ്ണമായും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന്, അദ്ദേഹം ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഒരു ഡോക്ടർ പ്രഫാദ് ഭാസ്കർ ഇവിടെ സൈതാമയിൽ ഉണ്ട്. അദ്ദേഹവും ഒരു കളരി ഒക്കെയായിട്ട് അവിടെ കഴിയുകയാണ്. അവിടെ ഓർഗാനിക് ഫാമിങ്ങും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജാപ്പനീസ് ഭാര്യയുമായിട്ട് അവിടെ കഴിയുന്നു എന്നറിഞ്ഞ് ഈ സുഹൃതൻ ഗുരുക്കൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ദിവസം താമസിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ബന്ധം അങ്ങനെ സുഹൃതൻ ഗുരുക്കൾ പരിചയപ്പെടുത്തിയ ആ ഒരു പ്രഫാദ് ഭാസ്കർ, അദ്ദേഹത്തെ പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ സൈതാമയിലുള്ള ചാൻസ് മീറ്റിംഗ് ആനന്ദം എന്നാണ് അദ്ദേഹത്തിൻ്റെ കളരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനുമെല്ലാം അദ്ദേഹം നൽകിയിരിക്കുന്ന പേര്. അവിടെ പോയി അദ്ദേഹത്തെ പരിചയപ്പെടുവാനും അദ്ദേഹത്തോടൊപ്പം ദിവസങ്ങൾ ചിലവഴിക്കുവാനും എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ യുവ എഴുത്തുകാരൻ, നോവലിസ്റ്റ് അമൽ പിരപ്പങ്കോട് സാംസ എന്ന അദ്ദേഹത്തിൻ്റെ പുതിയ നോവൽ എഴുതിയിരിക്കുന്നത്. ഈ അമൽ പിരപ്പങ്കോടിനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതും ഈ പ്രഭാസാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ശേഷമാണ്. അങ്ങനെ അമലിൻ്റെ ആ പുസ്തകം സാംസയുടെ പ്രകാശന കർമ്മവും ഞങ്ങൾക്ക് ഇവിടെ ഫുജിഗംഗയുടെ നേതൃത്വത്തിൽ തന്നെ അത്സുഗിയിൽ വെച്ച് അന്ന് യൂണിവേഴ്സിറ്റി, സോഫിയ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ സാലിച്ചൻ, ഫാദർ സാലി അഗസ്റ്റിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ സാംസ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഞങ്ങൾക്ക് ഇവിടെ അത്സുഗിയിൽ വെച്ച് നടത്തുവാൻ കഴിഞ്ഞു. അങ്ങനെ അമലുമായിട്ട് ഉള്ള ബന്ധം, പ്രഫാദ്
ഭാസ്കറുമായിട്ട് ഉള്ള ബന്ധമെല്ലാം തുടങ്ങാൻ കഴിഞ്ഞത് ഈ അടുത്ത കാലത്ത് എനിക്ക് ജപ്പാനിൽ കിട്ടിയ ഒരു വലിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങളാണ്. അവരുമായിട്ട് അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഒരു ബന്ധമാണ് ലാറ്റിൻ അമേരിക്കൻ സ്വദേശിയായ ഗാട്ടിമാല സ്വദേശിയായ ഒട്ട ഒവയേസാൻ. അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതും അതും ഒരു നിമിത്തമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റൊരു മലയാളി അദ്ദേഹത്തെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് എൻ്റെ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ പരിചയപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ തുടങ്ങിയ ആ ഒരു സൗഹൃദം ഈ കഴിഞ്ഞ കേരള സന്ദർശനം, ഞാൻ കേരളത്തിൽ പോകുമ്പോൾ അദ്ദേഹം എൻ്റെ കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം എനിക്ക് പല സ്ഥലങ്ങളും സന്ദർശിക്കുവാൻ, ഇവിടെ ജപ്പാനിലെ പല സ്ഥലങ്ങളും സന്ദർശിക്കുവാൻ കഴിഞ്ഞു. കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ ബന്ധു ഭവനങ്ങൾ എല്ലാം സന്ദർശിക്കുവാനും, അങ്ങനെ കേരളത്തിലെ അദ്ദേഹം നേരത്തെയും കേരളത്തിൽ പോയിരുന്നു. ഇന്ത്യ വളരെ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അടുത്ത് കേരളത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഇന്ത്യ സന്ദർശനത്തിൽ ഞാൻ ഓർക്കുന്നു, കരാട്ടയുടെ ഇവിടുത്തെ ഒരു പ്രമുഖ കരാട്ടെ ഷോട്ടോക്കാൻ കരാട്ടയുടെ ക്ലബിൻ്റെ ഗുരുക്കൾ, അതിൻ്റെ ഒരു മാസ്റ്റർ മസായ കൊഹാമ, അദ്ദേഹം എൻ്റെ വീടിന് അടുത്ത് തന്നെയായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മോളും എൻ്റെ ഇളയ മോനും ക്ലാസ്മേറ്റ്സാണ്. അങ്ങനെയുള്ള തുടങ്ങിയ ആ ഒരു പരിചയമാണ് എനിക്ക് ഈ കൊഹാമസാനുമായിട്ട്. അദ്ദേഹം 28ഓളം തവണ ഇന്ത്യ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കരാട്ടയുടെ ശിഷ്യഗണങ്ങളുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഇന്ത്യയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ കേരളത്തിൽ പോകുമ്പോൾ ഞാനും കൂടെ വന്നാൽ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള പ്രയാസവും എല്ലാം കാരണം നമ്മൾക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഒരുമിച്ച് ഈ കൊഹാമസാനുമായിട്ട് കേരളത്തിൽ പോകുന്നു. അതും ഒരു വലിയ അനുഭവമായിരുന്നു. കൊഹാമസാനെ അവിടെ ശരിക്കും ഫുജിഗംഗയുടെ ഒരു നേതൃത്വത്തിൽ തന്നെ ആ ഒരു കൊഹാമസാൻ്റെ കരാട്ടെ പരിശീലന പരിപാടികൾ പല ക്ലബ്ബുകൾ സന്ദർശിക്കുവാനും അവിടെയെല്ലാം പരിശീലനം നൽകുവാനും, പ്രധാനമായിട്ട് മുല്ലശ്ശേരിയിലെ സുബ്രതൻ ഗുരുക്കളുടെ കളരി അവിടെ അവരുടെ 50-ാം വാർഷികം കൂടിയായിരുന്നു. കളരി പാഠശാലയുടെ 50-ാം വാർഷിക ചടങ്ങിൽ പങ്കെടുക്കുവാനും അവിടെയും ഞങ്ങൾക്ക് ഈ കരാട്ടെ പരിശീലന പരിപാടി നടത്തുവാനുമെല്ലാം അവസരമുണ്ടായി. അത് ഒരു കഴിഞ്ഞ യാത്രയിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, 28 പ്രാവശ്യം ഞാൻ ഇന്ത്യ സന്ദർശിച്ചു എങ്കിലും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇന്ത്യയിലെ, കാരണം എല്ലാ പ്രാവശ്യവും അദ്ദേഹം പോകുമ്പോൾ ആരെങ്കിലും കരാട്ടയുടെ അവിടെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും സെൻറ്ററിലെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു, അവിടെ പോയി കരാട്ടെ പരിശീലിപ്പിക്കുന്നു, തിരികെ പോരുന്നു. അതുമാത്രമല്ലാതെ കൂടുതൽ ബന്ധങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കളുടെ ഭവനങ്ങൾ ഒക്കെ സന്ദർശിക്കുവാനും വളരെ ദിവസങ്ങൾ അവിടെ പല സൈറ്റ് സീയിങ്ങും കാര്യങ്ങളുമായിട്ട് ചിലവഴിക്കുവാനെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു മുഖമാണ്. കേരളം ഒരിക്കലും ഇന്ത്യയുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു രീതിയിലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നേയല്ല. തീർത്തും ശരിക്കും കേരളം മറ്റൊരു രാജ്യമാകേണ്ടതാണ് എന്നെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്തരം കാര്യങ്ങൾ പറഞ്ഞ് പണ്ട് ഞങ്ങളുടെ ഒരു മുൻ മന്ത്രി ബാലകൃഷ്ണപിള്ള കുരുക്കിൽപ്പെട്ടതാണ്. ആ കാര്യമൊന്നും മിണ്ടണ്ട, മറ്റൊരു രാജ്യമാകാനൊന്നും നമുക്ക് നോക്കണ്ട. എന്തായാലും കേരളത്തിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ട്. എന്തായാലും കേരളത്തെ അങ്ങനെ അടുത്തറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വലിയ ഒരു അനുഭവമായിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ഫുജിഗംഗയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ഏതാണ്ട് ഈ വീഡിയോയുടെ ഈ സമാപനം എന്നുള്ള നിലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പൂർണ്ണരൂപം ഒരു പുസ്തക രൂപത്തിൽ എൻ്റെ ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വിവരണം എഴുതണം എന്ന് കരുതുകയാണ്. അതിൻ്റെ പണിപ്പുരയിലുമാണ്. അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അതും മുതുകാട് നൽകിയ ഒരു പ്രചോദനത്തിൽ നിന്നാണ് അതിന് ഞാൻ തുടക്കമിട്ടത്. എന്തായാലും ഇത്തരം ചെറിയ വീഡിയോ ക്ലിപ്പുകളിലൂടെ ആദ്യമേ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം. അത് പലയിടത്തുനിന്നും പെറുക്കി എടുത്ത അനുഭവങ്ങൾ, ഇതൊന്നും എഴുതി തയ്യാറാക്കിയതല്ലാത്തതിനാൽ അനുഭവങ്ങളുടെ ഒരു ശരിയായ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള അനുഭവങ്ങൾ ആയിട്ടല്ല, പലയിടത്തു നിന്നുമാണ് ഞാൻ അനുഭവങ്ങളെ ഇതിനകത്ത് ഈ ക്ലിപ്പുകളിൽ വിവരിച്ചിട്ടുള്ളത്. ഇത് ഏതാണ്ട് ഞാൻ ഇവിടെ വന്ന ശേഷം ഇപ്പോൾ കടന്നു പോകുന്ന ഈ സമയം വരെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പല ക്ലിപ്പുകളിലൂടെയായിട്ട് ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണരൂപം കാണുവാൻ
ഇതിൻ്റെ ഈ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ കൂടുതൽ 1 മുതലുള്ള ഈ ക്ലിപ്പുകൾ നിങ്ങൾക്ക് സന്ദർശിക്കാനാവും. ഞാൻ കൂടുതൽ അനുഭവങ്ങൾ തുടർന്ന് ഉണ്ടാവുന്നതനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.